അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. ഏകനായ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ളത് നിങ്ങളിൽ ഏറ്റവും അല്ലാഹുവിലേക്ക് അടുപ്പമുള്ളവരാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഒരു വ്യക്തിയുടെ അവന്റെ തഖ്വയുടെ പരമോന്നതമായ മാനദണ്ഡത്തിലേക്ക് എത്താൻ ഇതേവരെ നമ്മുടെ ജീവിതത്തിന് കഴിഞ്ഞെന്നിരിക്കെ അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ സദ്ഗുണമെന്നിരിക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏകനായ അല്ലാഹുവിലേക്ക് അടുക്കുക. അടുത്തടുത്തടുത്ത് പടച്ചറപ്പിന്റെ മഹാവിജയത്തിലേക്ക് പ്രാപിച്ചു പോകുന്ന അല്ലാഹുവിന് വേണ്ടി നോക്കുന്ന കണ്ണുകളായി, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി കേൾക്കുന്ന കാതുകളായി, അല്ലാഹുവിനെ കുറിച്ച് സദാസമയം ചിന്തിക്കുന്ന ഹൃദയമായി, ജീവിതത്തിന്റെ സദാസമയം എന്റെ ചിന്ത എന്റെ റബ്ബിനെ കുറിച്ച് അല്ലാഹു അല്ലാത്തൊരു ചിന്ത മനസ്സിലോട്ട് വരാത്ത കാലത്തോളം മഹാനായ ഖാദിയാർ റളിയല്ലാഹു തആല പറഞ്ഞതുപോലെ വലൗ ഖാതറത് ഫീ ഖൽബി സിവാക ഇറാദതൻ അലാ ഖാതിരി സഹവൻ ഹക്കംതു ബിരിദ്ദതി. അല്ലാഹുവേ നീ അല്ലാത്തൊരു ചിന്ത എന്റെ ജീവിതത്തിന്റെ ഇടയിലെങ്ങാനും എന്റെ മനസ്സിലോട്ട് കടന്നു വന്നാൽ ആ സമയത്ത് ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ മുർത്തത്തായിക്ക എന്നെ പിന്നെ ഞാൻ പരിഗണിക്കുന്നതെന്ന് പറഞ്ഞ അപാരമായ പടച്ചറപ്പിലേക്ക് അടുപ്പത്തിന്റെ മാനദണ്ഡങ്ങളെ നഗരിയിൽ നിന്ന് അടുപ്പത്തിലേക്ക് കൊണ്ടുപോയ ഒരു സ്വാഭാവികമായ ഈമാനിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ അതാണ് ഒരു വിശ്വാസയുടെ ഏറ്റവും വലിയ സമ്പത്തെന്നിരിക്കെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറഞ്ഞ അല്ലാഹുവിലേക്ക് നീ അടുത്തു കഴിഞ്ഞാൽ പിന്നെ കണ്ണുനീര് തുടച്ചു വരുന്നത് പടച്ചറമ്പാ فسمع منه ثم عينا باصرا أي مثل ذلك في المطالب حربنا. പിന്നെ എന്റെ ജീവിതത്തിൽ എനിക്ക് ദുഃഖങ്ങളില്ല, പിന്നെ എന്റെ ജീവിതത്തിൽ എനിക്ക് പ്രയാസങ്ങളില്ല. എന്റെ റബ്ബിലേക്ക് ഞാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്റെ രോഗങ്ങൾ എനിക്ക് പ്രശ്നമല്ല, പിന്നെ എന്റെ കടബാധ്യതകൾ എനിക്ക് പ്രശ്നമല്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന എന്റെ മനസ്സിന്റെ വിഷമങ്ങളോ സങ്കടങ്ങളോ എന്റെ വ്യതകളോ എന്റെ ശ്രദ്ധകളോ എന്റെ ആധികളോ എന്റെ പ്രയാസങ്ങളോ എനിക്ക് പ്രശ്നമല്ല. കാരണം എന്റെ പടച്ചറപ്പന്റെ കൂടെയുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ പരിമിതമായ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോ മടങ്ങേണ്ടതാരിലേക്ക്, ജീവിതത്തിൽ ദുഃഖങ്ങൾ വരുമ്പോ പോകേണ്ടതാരിലേക്ക്. ഈ സമകാലീന ജീവിതം മുഴുവനും ദുഃഖസാന്ദ്രമായി മാറുമ്പോ അല്ലാഹു തന്നെ പറഞ്ഞതുപോലെ ലഖദ് ഖലഖനൽ മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചത് ക്ലേശത്തിൽ നിന്നാണ്. ദുഃഖമാണ് മനുഷ്യൻ എന്ന് പറയുമ്പോ ഏത് ദുഃഖം വന്നാലും ആ സമയത്തൊക്കെ നമുക്ക് മടങ്ങിച്ചല്ല എല്ലാ പ്രയാസങ്ങളും അർപ്പിച്ചു കൊടുക്കാൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറഞ്ഞ പടച്ചറബിലേക്ക് അടുക്കാനുള്ള രണ്ട് വഴികളാണ് നാം ഇന്ന് ചർച്ച ചെയ്യുക. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവുമായിട്ട് അടുപ്പ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവരോട്, അല്ലാഹുവിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നവരോട് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഏകനായ റബ്ബിലേക്ക് അടുക്കണോ. അതിന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ രണ്ട് ഉപായങ്ങളാണ് നാം ഇന്ന് ചർച്ച ചെയ്യുക. അല്ലാഹു നമുക്ക് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. നിങ്ങൾ എന്തിട്ട് മനുഷ്യൻ മാലക്കും ലാ തന്ദിക്കൂൻ. നിങ്ങൾ എന്ത് മനുഷ്യന്മാരെ ആമീൻ പറയാനല്ലെങ്കിൽ പിന്നെ എന്തിനാ വാത് പറയാ? നിങ്ങൾ ചെവി കൊണ്ടാണോ കേൾക്കണത്? ആണോ? നിങ്ങൾ ചെവി കൊണ്ടാണോ കേൾക്കണത്? അതെയോ? പ്രയോജനമില്ല. കേൾവിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആൻ രണ്ടാമതാണ് ചെവിയെ കുറിച്ച് പറഞ്ഞത്. ഇന്ന ഫീ ദാലിക ലദിക്റാ ലിമൻ കാന ലഹു ഖൽബുൻ.
അത് വീട്ടിലിരുന്ന് കേട്ടാ പോരെ, പള്ളിക്കലെ മുലിയാര വസനം വീട്ടിലിരുന്ന് കേട്ടാ പോരെ, കേൾക്കാം. കേൾവി പ്രയോജനം ചെയ്യുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. ആദ്യം വേണ്ടത് ഒരു സദസ്സിൽ ഇന്ന ഫീ ദാലിക ലദിക്റ, ഈ പറയുന്ന കാര്യങ്ങളിൽ ഗുണപാഠമുണ്ട്. രസിക്കാനല്ല, കളിക്കാനല്ല, ചിരിക്കാനല്ല. നമ്മുടെ ഡോക്ടർ പറഞ്ഞതുപോലെ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലൊന്ന് കയറണമെങ്കിൽ ആദ്യം ഹൃദയം തരണം, രണ്ടാമത് ചെവിയൊന്നാ. അതുകൊണ്ടാണ് മുമ്പിലത്തെ സഫിലോട്ട് കയറിയിരിക്കുന്നു പറയുന്നത്. നമ്മളെപ്പോഴും പുറകിലെ ഹൗദിന്റെ ചോട്ടിലിരിക്കും. വെള്ളിയാഴ്ച പള്ളിക്കല് ഖത്തീബ് ഒരു കാര്യം പറഞ്ഞാല് നമ്മൾ ഹൗദിന്റെ ചോട് നോക്കി നടക്കും. എന്തുകൊണ്ട്? ഒന്നാമത്തെ സഫിലിരുന്ന് കേൾക്കുന്നവനും ഹൗദിന്റെ ചുവട്ടിൽ സയ്യിദ് ദുഖാനി കാജാബീഡി വലിച്ചുകൊണ്ട് കേൾക്കുന്നവനും തമ്മിൽ കേൾവിയിൽ വ്യത്യാസമുണ്ട്. രണ്ടുപേരും കേൾക്കുന്നതൊന്നാണെങ്കിലും ഇതിവർക്ക് ഹൃദയത്തിലേക്ക് വരില്ല. ഹൃദയത്തിലേക്ക് കയറണമെങ്കിൽ സഹാബിയാവണം. സഹാബി എന്ന് പറഞ്ഞാൽ സുഹബത്തുണ്ടായ ആളാണ് സഹാബി. സഹാബികൾ കേട്ടപ്പോ കുതിരയും പിടിച്ച് കടലിലോട്ട് ചാടിയത് കേൾവി പ്രയോജനം ചെയ്തത് കൊണ്ടാണ്. സഹാബിയാവണം. സഹാബി എന്ന് പറഞ്ഞാൽ സുഹബത്തുള്ള ആൾ, സഹവാസമുള്ള ആൾ. മലയാളത്തിൽ സഹ ആവാസമുള്ളവനാരോ അവനാണ് സഹവാസി എന്ന് പറഞ്ഞാൽ അടുത്തു വന്നിരുന്നവനാരോ അവനാണ് സഹാബി. അടുത്തു വന്നിരിക്കണം, എന്നിട്ട് കൽബ് തുറന്ന് കേൾക്കണം. രണ്ടാമത് ചെവിയിൽ വരാവൂ, എന്നാലേ കേൾവി പ്രയോജനമുണ്ടാവൂ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ അല്ലാഹു സ്വീകരിക്കട്ടെ. ഇപ്പോഴാണെന്നൊന്ന് രസമായി വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിലേക്ക് അടുക്കുക, ഇവൻ അല്ലാഹുവിലേക്ക് അടുപ്പുള്ളവനാന്നുള്ളൊരു മാനദണ്ഡത്തിൽ നമ്മൾ ആരെങ്കിലും ആദരിക്കാറുണ്ട്? ഇല്ല. നമ്മളിപ്പിടി 4 വിരലാണ് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ. ഒരാളുടെ ഷറഫിനും ഒരാളുടെ അളമത്തിനും ഒരാളുടെ ഫളിനും മാനദണ്ഡം ഇപ്പൊ സ്വാഭാവികഗതിയിൽ ഈ വിരലുകൾ പറഞ്ഞ 4 മാനദണ്ഡമാണ്. ചെറുവിരൽ പറഞ്ഞതുപോലെ അല്ലാഹുവിലേക്ക് അടുക്കുക. അല്ലാഹുവിലേക്ക് അടുത്താൽ അതൊരു വല്ലാത്ത അടുപ്പമാണ്. അല്ലാഹു നമുക്ക് അടുപ്പം നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് അല്ലാഹുവിലേക്ക് അടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ഉള്ളവരൊക്കെ ഒന്ന് കൈ പൊക്കും നോക്കട്ടെ. ആർക്ക് ആഗ്രഹമുള്ളവരോ 2 കൈയും പൊക്കും മനുഷ്യന്മാരെ. താഴ്ത്തിയിട്. ഇതൊന്നുമില്ല, ചുമ്മാ തുടങ്ങിയപ്പോ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടി പൊക്കിയതാണ്. ഇടയ്ക്കും പൊക്കിക്കും. ഇതൊന്നൊന്നും ഒരു അലസതയൊക്കെ ഒന്ന് മാറി ഒന്നൊരു ഉഷാറിയത്ത് വരാനുള്ള ഒരു പ്രാക്ടിക്കലാണ്. അത്രയും അപ്പുറത്തോട്ടൊന്നുമില്ല. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഞാൻ ആദ്യം തന്നെ ഒന്ന് കൈ പൊക്കിക്കണോ? കൊയ്യോട് ഉസ്താദ് ഉള്ളതുകൊണ്ടാണ്. ഉസ്താദാനും പൊക്കിയാലോ? ഉസ്താദ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ വലിയ മഹാനവറുകൾ ഇപ്പൊ ഞാന് ഇപ്പൊ ഉസ്താദന്മാരിയ്ക്കുമ്പോ ഒരു അഥവാ, ഇപ്പൊ ഞാൻ മഹാനവറുകൾ എന്നെ കുറിച്ച് പറഞ്ഞല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കരുത്. ഇപ്പൊ തൽക്കാലം ഉസ്താദന്മാരിയ്ക്കുമ്പോ കൈവൊക്ക് അങ്ങോട്ട് മാറണൊക്കെ പറയുമ്പോ നമുക്കൊരു വലിയ അദബുകേടാണ്. അവര് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സദസ്സിനെ കൊണ്ടുപോകാൻ കഴിയും. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഏകനായ അല്ലാഹുവിലേക്ക് അടുക്കുവാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസത്തിന്റെ പരിഹാരമാണ്. നമ്മുടെ കണ്ണുകൾ പിന്നെ നിറയില്ല, നമ്മുടെ ഹൃദയം പിന്നെ പതറില്ല, നമ്മുടെ കാലുകൾ പിന്നെ വിറക്കില്ല, നമ്മുടെ ജീവിതം പിന്നെ നമുക്ക് മടുക്കില്ല, നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാതെ പാതിവടിയിൽ അവസാനിക്കില്ല. എല്ലാ പ്രതീക്ഷകളും പടച്ച റബ്ബിലേക്ക് അർപ്പിച്ചു കഴിയുമ്പോ, ഏകനായ അല്ലാഹുവിലേക്ക് അടുത്തു കഴിയുമ്പോ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുതിയ ഊർജ്ജമാണ്. ജീവിതം അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചവർക്ക്, മാറാരോഗങ്ങൾ ജീവിതത്തിലെ പ്രതിസന്ധികളായവർക്ക്, കടബാധ്യതകൾ എങ്ങനെ വിട്ടുമെന്നറിയാതെ വലഞ്ഞു നടക്കുന്നവരോട്, ഭാര്യയും മക്കളുമൊക്കെ മാനസികമായ പ്രയാസം നൽകുന്നവരോട്, ഭർത്താവും കുടുംബവുമായി വേവലാതയോടെ കഴിയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് വാരി വലിച്ചു പറയാനല്ല അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറുമരുന്ന്. അത് അല്ലാഹുവിലേക്കുള്ള അടുപ്പമാണ്. ആരോടാണ് പറഞ്ഞു കൊടുക്കുക? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പ്രതിസന്ധികളുടെ ആഴക്കടലുകളിൽ നിന്ന് ജീവിതത്തെ ആഗ്രഹങ്ങളുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് കൈപിടിച്ചു നടത്തിയ മദീന മുനവ്വറയുടെ പച്ചക്കുപ്പയുടെ താഴെ അന്ത്യവിശ്രമം കൊള്ളുന്ന നിരാശ ബാധിച്ച മനസ്സുകൾക്ക് ആശയുടെ പ്രത്യാശയുടെ കിരണങ്ങളായി സ്വന്തം ജീവിതത്തെ പരിചയപ്പെടുത്തി കൊടുത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകൻ അന്ധകാര നിബിഡമായ ഹിറാ ഗുഹയിലെ ധ്യാനമഗ്നനായിരിക്കുമ്പോ ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ നിന്ന് ആകാശ ലോകത്ത് നിന്ന് ആഗതനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്ന് പ്രവാചകരോട് വിശുദ്ധമായ ഖുർആനിന്റെ പ്രഥമ പഞ്ചസൂക്തങ്ങളായ ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ആയത്ത് അവതരിപ്പിക്കുമ്പോ ആരാരും കടന്നു വരാത്ത മദീനയിൽ നിന്ന് ജബൽ അബൂ ഖുബൈസിന്റെ മറുഭാഗത്തുള്ള വിജനമായ ഗുഹയുടെ ഉള്ളിൽ ഇതേവരെ എനിക്ക് പരിചിതമല്ലാത്ത അപരിചിതമായ മാലാഖ വന്ന് കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചപ്പോ വിഹ്വലതയോടെ വിഭ്രാന്തിയോടെ പരിഭ്രാന്തിയോടെ ശരീരം മുഴുവനും പേടിച്ചു വിറച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിച്ച് ഭേദിതനായി അവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് പോയി വേവലാതിയോടെ വിഹ്വലതയോടെ പരിഭ്രാന്തിയോടെ സമ്മിരൂനി യാ ഖദീജ ഖദീജ എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടണേ എന്ന് പ്രിയപ്പെട്ട ഭാര്യയോട് പറയുമ്പോ തന്റെ പ്രണയാത്മകമായ കുടുംബ ജീവിതത്തിന്റെ ചുമതലകൾ മുഴുവനും തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ഒരു ആയുസ് കൊണ്ട് പൂർത്തീകരിച്ചു കൊടുത്ത ഖദീജ റളിയല്ലാഹു തആല ഓടി വന്ന് ഭർത്താവിന്റെ കൈ പിടിച്ചിട്ട് തന്റെ ഭർത്താവിനെ പേടിച്ചു വിറച്ചുപോയ ഭർത്താവിന്റെ ശിരസ്സെടുത്ത് തന്റെ മടിയിലേക്ക് വെച്ച് ആ ഭർത്താവിന്റെ മുടിയടകളിലൂടെ തന്റെ കൈ വിരലുകളെ കൊണ്ട് തടുകിത്തലോടി ഖദീജ ബീവി റളിയല്ലാഹു തആല പറഞ്ഞ ഒരു വാക്കുണ്ട് നബിയേ വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ إنك لتصل الرحمة وتصدق الحديث وتحمل الكلا وتقر الضيف وتعين على نظائب الحق പേടിച്ചു വിറച്ചില്ല ഖദീജ ബീവി അങ്ങേ അല്ലാഹു പരീക്ഷിക്കില്ല നബിയേ അങ്ങ് സത്യം പറയുന്നവനാണ് അങ്ങ് അഗതികളുടെ സംരക്ഷകനാണ് അങ്ങ് അനാഥകളുടെ കണ്ണീരൊപ്പുന്നവനാണ് അങ്ങ് ആശ്രയമില്ലാത്തവരുടെ നിരാശ്രയുടെ ആശ്രയമാണെന്ന് അഗതികളുടെ നാഥനാണെന്ന് അങ്ങ് എല്ലാവർക്കും ഒരു മടക്കമാണല്ലോ നബിയേ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഭർത്താവിനെ ആശ്വസിപ്പിച്ച് കടപ്പറയിൽ കൊണ്ടുപോയി പുതപ്പിട്ട് മൂടിയിട്ട് പ്രിയപ്പെട്ട ഭർത്താവിനെ കിടത്തി ഉറക്കുമ്പോ സാഹചര്യത്തിന്റെ അവസ്ഥകൾ അറിയാൻ വേണ്ടി ഒന്നുകൂടി വിവരിച്ചു പറയട്ടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെട്ടെന്ന് പേടിച്ചു വിറച്ച് തന്റെ ജീവിതത്തിൽ മുമ്പോട്ട് നടക്കാൻ കഴിയാതെ നിരാശയോടെ മൂടി പുറച്ച് കിടക്കുകയാണ്. ആ ഒരവസ്ഥയെ ഒരു സിംബോളിക്കായി നമ്മൾ മനസ്സിലാക്കി കൊടുത്താൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാം തകർന്നിട്ട് ഇനി എങ്ങനെയാണ് മുമ്പോട്ട് പോവുക? ആത്മഹത്യ അല്ലാതെ വഴിയില്ല. എന്റെ ജീവിതം പാതിവഴിയിൽ അവസാനിക്കുകയാണല്ലോ. എല്ലാ പ്രയാസങ്ങളെയും മറികടന്ന് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്നറിയാതെ പരീക്ഷണങ്ങളുടെ കനൽപദങ്ങളിലൂടെ ജീവിതത്തിൽ നടന്ന് മാനപ്പടക്കം പോലെ ജീവിതത്തിലേക്ക് വന്ന പരീക്ഷണങ്ങളെ തരണം ചെയ്യാൻ കഴിയാതെ ഒരു വീട്ടിന്റെ ഉള്ളിൽ കയറി റൂമിന്റെ ഉള്ളില് പുതപ്പിട്ട് മൂടിയ പുതപ്പിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു പുരുഷന്റെ അവസ്ഥ ഓർക്കുക. അവനാകെ നിരാശനാണ്. അവന് മുന്നോട്ട് പോകാൻ ധൈര്യമില്ല. അവന് ജീവിതത്തിൽ ഭീരുവാണ്. കച്ചവടം തകർന്നു പോയി. കടബാധ്യതകളെ തലയിലേറി. മാറാരോഗങ്ങൾ ജീവിതത്തെ പിടികൂടി. 1000 പ്രശ്നങ്ങളുടെ ഇടയിലൂടെ മനുഷ്യൻ സഞ്ചരിക്കുമ്പോ പേടിച്ചു പരാജയപ്പെട്ട് പുതപ്പിനടിയിൽ കിടക്കാനുള്ളവനെന്ന വിശ്വാസി ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ പ്രയാസങ്ങളെയും മറികടന്ന് ഉല്ലാസത്തോടെ മുമ്പോട്ട് പോകാൻ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു കൊടുത്ത ഒരു മാർഗമുണ്ട് സഹോദരാ. ഏതാണ് ആ മാർഗമെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായാൽ ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു ഇത് പറഞ്ഞു കൊടുത്തത് എന്തിനാണ്? അതേ ഒരവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും പോയാൽ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാർഗതടസ്സം സൃഷ്ടിച്ചാൽ പിന്മാറരുതേ, പേടിച്ചോടരുതേ, ജീവിതത്തിൽ ഒരിക്കലും തളർന്നു പോകരുതേ. ഓടിപ്പൊളച്ച് കിടക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആകാശലോകത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ഹബീബായ നബി തങ്ങളോട് അവതരിപ്പിച്ചു കൊടുത്ത വിശുദ്ധമായ ഖുർആന്റെ ആയത്തേതാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ ഖും ലൈല ഇല്ലാ ഖലീലാ
നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിൽ ഖുർആന തർതീലാ പതപ്പ് മൂടിക്കിടക്കുന്ന നബിയെ, നിരാശയുടെ വക്കിലേക്ക് എത്തി ഭയചകിതനായി വീടിന്റെ ഉള്ളിൽ പതപ്പ് മൂടിക്കിടക്കുന്ന നബിയെ, എഴുന്നേൽക്ക് നബിയെ, ഓ നബിയെ, ജീവിതത്തിന് ധൈര്യം നേരിടാൻ, എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ, അല്ലാഹുവിലേക്ക് അടുക്കാൻ നബിയെ എഴുന്നേൽക്കുക. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ മനസ്സിന്റെ ധൈര്യം വീണ്ടെടുക്കാൻ, പരീക്ഷണങ്ങളെ മറികടക്കാൻ, വിജയത്തിന്റെ പാതയിലൂടെ നടന്നു ചെല്ലാൻ ഖുർആൻ പറഞ്ഞ രണ്ടേ നിർദ്ദേശമാണ് നമ്മുടെ പ്രഭാഷണ വിഷയം. നബിയെ, ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ, രാത്രിയായാൽ എഴുന്നേറ്റ് നിസ്കരിക്കും നബിയെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഖുർആൻ ലോകത്തുള്ള മാനവരാശിയോട് പറഞ്ഞു കൊടുക്ക, ഈ മനുഷ്യനെ സൃഷ്ടിച്ചത് ഞാൻ പ്രയാസങ്ങളിൽ നിന്നാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചത് ദുഃഖത്തിൽ നിന്നാണ്. എത്ര പ്രയാസങ്ങൾ ഉണ്ടായാലും അതിനെ മറികടക്കാൻ കഴിയാത്ത രീതിയിൽ മനുഷ്യൻ ബലഹീനനുമാണ്. ഖുലിഖൽ ഇൻസാനു ലൈഫാ, ഈ മനുഷ്യനെ ഞാൻ ബലഹീനനായിട്ടാണ് സൃഷ്ടിച്ചതെന്ന് അല്ലാഹു അല്ലേ പറഞ്ഞത്. അവൻ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുന്നവനാണ്. ഒരു നേരത്തെ മരുന്ന് കിട്ടാതെ വന്നാൽ, ഒരു നേരം പട്ടിണി കിടക്കേണ്ടി വന്നാൽ ആന ആത്മഹത്യ ചെയ്തിട്ടില്ല. കാറ്റിന് എത്ര വലിയ കാറ്റ് തീ വന്നാലും ഓടിപ്പോയ മാണ്ടയുടെ കാറ്റ് തീയിലേക്ക് തിരിഞ്ഞു നിന്ന് ആത്മാഹുതി ചെയ്തിട്ടില്ല. അപ്പോഴും താന്റെ കാറ്റിനേക്കാൾ വേഗത്തിൽ പറക്കുന്ന തീയുടെ മുകളെ ഓടി രക്ഷപ്പെടാനാണ് മാണ്ടയുടെ വിളിക്കുന്നത്. പക്ഷേ മനുഷ്യ, നിന്റെ ജീവിതം നീ 3 അടി കയറിൽ അവസാനിപ്പിച്ചുവല്ലോ. വിശക്കുപ്പികൾ നിന്നോട് കഥ പറഞ്ഞുവല്ലോ. ചിതറിത്തെറിച്ച മൃതദേഹങ്ങൾ റെയിൽവേ ട്രാക്കിൽ നിന്റെ ജീവിതത്തിന്റെ പരാജയ കഥ പറഞ്ഞുവല്ലോ. അല്ലാഹു പറയുകയാണ്, എന്നും ഞാനും നിങ്ങളും, അത് ബാക്കവിയാകട്ടെ, ഹാഫിളാവട്ടെ, പ്രഭാഷകനാകട്ടെ, പ്രസംഗത്തിലെ പവർ ഉണ്ടാവൂ. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ആരും തളർന്നു പോകാം. ഖുലിഖൽ ഇൻസാനു ലൈഫാ, നിന്നെ ഞാൻ സൃഷ്ടിച്ചത് ബലഹീനതയിൽ നിന്ന്. നിന്റെ ബലഹീനത മാറി നിനക്ക് ജീവിതത്തിൽ കരുത്താർജിക്കണോ, ഏത് പ്രയാസങ്ങളെയും തരണം ചെയ്യാനുള്ള ഈമാൻ ഉണ്ടാകണോ. കണ്ണാടിപ്പറമ്പുകാരിൽ ഹസനാത്തിന്റെ മുമ്പിൽ ഈ പാതിരാത്രിയിൽ തടിച്ചുകൂടിയ ഈ കറുപ്പ് വൃത്തത്തിന്റെ ഉള്ളിൽ കാണുന്ന പെങ്ങളെ, ഏത് പ്രയാസം വന്നാലും നിന്റെ മനസ്സ് പതറാതെ നിൽക്കണോ, ഏത് പ്രതിസന്ധിയെയും നിനക്ക് തരണം ചെയ്യണോ. ഖുർആൻ പറഞ്ഞ സിദ്ധൌഷധമാണ് ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. എല്ലാവരും പാതിരാത്രിയിൽ ഉറക്കത്തിൽ കിടക്കുമ്പോ ആ സമയത്ത് അന്ധകാര നിബിഡമായ രാത്രിയുടെ അർദ്ധപകുതികളിൽ എഴുന്നേറ്റ് നിന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ തഹജ്ജുദ് നിസ്കരിക്കുമാനവാ. അല്ലാഹുവിന്റെ മുമ്പിൽ തഹജ്ജുദ് നിസ്കരിക്ക്. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞത് നിസ്ഫഹു ഔ ഇൻഖുസ്, രാത്രിയുടെ പകുതി നിസ്കരിക്കാനാണ് പറഞ്ഞത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തഹജ്ജുദ് നിസ്കാരം ഫർളായിരുന്നു. പക്ഷേ നബിയുടെ ഉമ്മത്തികൾക്ക് സുന്നത്ത് മാത്രമേ ഉള്ളൂ. നമുക്കത് ഫർളായിട്ടില്ല, സുന്നത്ത് മാത്രമാണ്. വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക, അങ്ങക്ക് ഞാൻ നഫിലാക്കി തന്ന തഹജ്ജുദ് നമസ്കാരം നിർവഹിക്കും നബിയേ. ഏറ്റവും മനക്കരുത്താണിത്. പാതിരാ സമയത്ത് എഴുന്നേൽക്കുന്ന സഹോദരങ്ങളെ, ഏത് പ്രയാസം നിന്നെ കൈവിടാതെ പിടികൂടിയാലും ആദ്യല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എഴുന്നേൽക്കുക. അന്ധകാര നിബിഡമായ പ്രപഞ്ചം പോലും ഉറക്കത്തിലാണ്ട് കിടക്കുന്ന, ആകാശത്തിന്റെ നക്ഷത്രം പോലും ഉറക്കം തൂങ്ങി നിൽക്കുന്നത് പോലെ തോന്നുന്ന നിശബ്ദമായ നീലരാത്രി നീ എഴുന്നേൽക്കുക. എന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ പടച്ചറപ്പിന്റെ പ്രീതിക്ക് വേണ്ടി ഒന്നുകൊടുത്ത് എന്നെ നിസ്കാരപ്പായിൽ എഴുന്നേറ്റ് നിൽക്കുമോ. എന്നിട്ട് പടച്ചറപ്പിനോട് പറയുമോ, എന്റെ പ്രിയപ്പെട്ട അല്ലാഹ്, അല്ലാഹനെ നമ്മൾ വിളിക്കേണ്ടത് അങ്ങനെയാണ്.
യാ റബ്ബി യാ റബ്ബ് യാ റബ്ബ്, എന്റെ രക്ഷിതാവേ എന്റെ രക്ഷിതാവേ. അല്ലാഹുവേ, ഈ സമയത്ത് എന്റെ ഭാര്യ പോലും ഞാൻ കരയുന്നത് കാണുന്നില്ല റബ്ബേ. എന്റെ ഭാര്യ കട്ടിലിൽ ഉറക്കമാണ്, എന്റെ മക്കൾ ഉറക്കമാണ്. ഞാനല്ലാതെ മറ്റൊരാൾ എന്റെ കണ്ണുനീര് കണ്ടിട്ടില്ല. എന്റെ കണ്ണുനീരും മറ്റൊരാൾ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല അല്ലാഹ്. ഇന്നേ വരെ മറ്റൊരുത്തന്റെ മുമ്പിൽ ഞാൻ കരഞ്ഞിട്ടില്ല. മനസ്സ് തുറന്നിട്ട് ഞാൻ പറയട്ടെ, ഇന്നേ വരെ വാഴ പറഞ്ഞ് കരഞ്ഞിട്ടില്ലാതെ മറ്റൊരുത്തന്റെ മുമ്പിൽ ഒരു സമയത്തും കണ്ണുനീര് പൊടിച്ചിട്ടില്ല. പൊടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പടച്ചറപ്പിന്റെ മുമ്പിൽ, എന്റെ സിട്ടാവിന്റെ മുമ്പിൽ, എന്റെ പരമാധികാരിയുടെ മുമ്പിൽ, എന്റെ ഖാലിഖിന്റെ മുമ്പിൽ, എന്റെ റാസിഖിന്റെ മുമ്പിൽ, എന്റെ ജബ്ബാറായ റബ്ബിന്റെ മുമ്പിൽ, അവന്റെ മുമ്പിലല്ലാതെ കണ്ണുനീര് പൊടിച്ചിട്ടില്ല. അല്ലാഹുവേ അല്ലാഹുവേ, പെങ്ങളെ പലതും പരീക്ഷിച്ചു നോക്കിയില്ലേ? പല പരസ്യങ്ങളുടെ പുറകെ പോയില്ലേ? പല ദേശദൈവങ്ങളുടെ പുറകിൽ പോയി ഈമാൻ നഷ്ടപ്പെടുത്തിയില്ലേ? അല്ലാഹു പറയുകയാ, സമയത്തെല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ എഴുന്നേറ്റ് നിൽക്കുമോ? എഴുതിനാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുമോ? എന്നിട്ട് അല്ലാഹുവിനോട് പറയണം, അല്ലാഹുവേ, ഈ സമയത്തെല്ലാവരും ഉറക്കമാണല്ലോ, ഞാനും നീയുമല്ലാതെ മറ്റൊരാളിലൂടെ തുറക്കമില്ലാതെ നിൽക്കുന്നില്ല. പടച്ചവനെ, ഉറങ്ങാതെ നിൽക്കുന്നത് നമ്മൾ രണ്ടുപേര് മാത്രം. ഒന്ന് എനിക്കിപ്പോ ഉറക്കമില്ല റബ്ബേ, എന്റെ നീയും ഉറങ്ങിയിട്ടില്ല അല്ലാഹ്. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം, നിനക്കുറക്കമില്ലല്ലോ അല്ലാഹ്. പടച്ചവനെ, നിന്നോട് ഞാൻ സുജൂദിൽ കിടന്ന് ചോദിക്കുകയാണ്. അല്ലാഹുവിനോട് ചോദിക്കുന്നതിന് ആദാബും മര്യാദകളുമുണ്ട്. അല്ലാഹുവേ അല്ലാഹുവേ, ഓരോ പ്രയാസങ്ങൾ എണ്ണി എണ്ണി പറയണമല്ലോ. പ്രയാസങ്ങൾ പറയുന്നതിന് മുമ്പ് അല്ലാഹുവിനോട് പറയേണ്ടതേതെന്നറിയോ? പടച്ചവനെ, എന്നോട് ഏറ്റവും സ്നേഹമുള്ളത് നിനക്കാ. എന്റെ ഭാര്യയെക്കാളേറെ, എന്റെ ഉമ്മയെക്കാളേറെ, എന്റെ മക്കളെക്കാളേറെ എന്നോട് ഏറ്റവും സ്നേഹമുള്ളത് നിനക്ക് മാത്രമാണ് റബ്ബേ. പടച്ച റബ്ബിനോട് സങ്കടം പറയുന്നതിന് മുമ്പ് നേരിട്ട് പോയിട്ട് എനിക്ക് ക്യാൻസർ ആണ് റബ്ബേ മാറ്റണമെന്നല്ല, എനിക്ക് കടമാണ് റബ്ബേ മാറ്റണമെന്നല്ല. ദുആയുടെ ഒരു പ്രത്യേകത എന്താ? അറബിയിൽ തന്നെ കണ്ടിട്ടില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. അൻത യുവാഫി നിഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക ശുക്രു ഹത്താ തറലാ. അല്ലാഹുവിനെ ആദ്യം സ്തുതിക്കണം, അവനോട് പറയണം, അല്ലാഹുവേ, എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹം നിനക്കാണ് റബ്ബേ. എന്റെ മക്കളെക്കാളേറെ ഞാൻ ചോദിച്ചപ്പോഴാണ് എന്റെ മക്കൾ എനിക്ക് തന്നത്. ഞാൻ ചോദിച്ചപ്പോഴാണ് എന്റെ ഭാര്യ എനിക്ക് ഭക്ഷണം തന്നത്. ഞാൻ ചോദിച്ചപ്പോഴാണ് കൂട്ടുകാരെനിക്ക് കടം തന്നത്. ഞാൻ ചോദിക്കാതെ തന്നെ ഒരു നേരം പോലും നിന്നോട് ചോദിക്കാതെ എനിക്ക് വേണ്ടതൊക്കെ തന്ന അല്ലാഹ്. എനിക്ക് നീ ഇതൊക്കെ തന്നത് ഞാൻ ചോദിച്ചിട്ടല്ലല്ലോ റബ്ബേ. ഇങ്ങനെ പറയണ സഹോദരിമാരെ, എനിക്ക് നീ ആവശ്യമുള്ളതൊക്കെ തന്നത് ഞാൻ ചോദിച്ചിട്ടല്ലല്ലോ അല്ലാഹ്. ഉമ്മാടെ ഗർഭാശയത്തിന് ഞാൻ കിടക്കുമ്പോ 5 ലിറ്റർ വെള്ളം കൊള്ളാൻ വലിപ്പമുള്ള ഉമ്മാടെ ഗർഭാശയത്തില് എന്റെ ഉമ്മാന്റെ പൊക്കിൾ കൊടിയിലൂടെ ആ ഇരുണ്ട ലോകത്തിനിക്ക് ഭക്ഷണം തന്ന അല്ലാഹ്. അവിടെ നിന്ന് ഈ ലോകത്തേക്ക് പ്രസവിപ്പിച്ചപ്പോ എനിക്ക് ഈ സുന്ദരമായ രൂപം തന്ന അല്ലാഹ്. എനിക്ക് കുടിക്കാൻ ചോദിക്കാതെ തന്നെ വെള്ളം തന്ന അല്ലാഹ്. ചോദിക്കാതെ തന്നെ എനിക്ക് കുടിക്കാൻ വെള്ളം തന്ന അല്ലാഹ്. എനിക്ക് കഴിക്കാൻ ഞാൻ ചോദിക്കാതെ തന്നെ ഭക്ഷണം എനിക്ക് വിളമ്പി തന്ന അല്ലാഹ്. അംബതിനാ ഫീഹാ ഹബ്ബാ വൈനബാ വഖറബാ വസൈതൂനാ വനഖലാ. മണികളുടെ കടലുകൾക്കിടയിൽ എനിക്ക് കഴിക്കാൻ ഭക്ഷണം ഒരുക്കി തന്ന അല്ലാഹ്. എനിക്ക് വെള്ളവും ഭക്ഷണവും മാത്രമല്ല, അതിന്റെ കൂടെ കഴിക്കാൻ എനിക്ക് ചോദിക്കാതെ തന്നെ വിശിഷ്ട ഭോജ്യങ്ങളായ വിവിധ നിറങ്ങളും വൈവിധ്യ രുചികളുമുള്ള പഴം തന്ന അല്ലാഹ്. എനിക്ക് ഉമ്മാമ്പഴം തന്ന റബ്ബേ, എനിക്ക് മുന്തിരി കുലകള് മുളപ്പിച്ചു തന്ന അല്ലാഹ്. ചോദിക്കൂ സഹോദരങ്ങളെ, എനിക്ക് വെള്ളം മാത്രമല്ല, എനിക്ക് ഭക്ഷണം മാത്രമല്ല, എനിക്ക് പഴം മാത്രമല്ല, എനിക്ക് പാലൂട്ട് വളർത്തിയ അല്ലാഹ്. പാലൂട്ട് വളർത്തി തന്ന റബ്ബേ, പഴത്തിന്റെ കൂടെ എനിക്ക് പാല് തന്ന റബ്ബേ. وَإِنَّلَكُمْ فِي الْأَنْعَامِ لَعِبْرَةً نُسْقِيكُم مِّمَّا فِي بُطُونِهَا مِن بَيْنِ
فرث ودم لبنا خالصا صائغا للشاربين. നാൽക്കാലികളുടെ ചാണകത്തിന്റെയും രക്തത്തിന്റെയും ഇടയിലൂടെ ചാണകത്തിന്റെ ദുർഗന്ധമില്ല, രക്തത്തിന്റെ കളറുമില്ലാതെ അതിന്റെ ഇടയിലൂടെ തുടുതുടുത്ത പാലനിക്ക് നൽകിയ റബ്ബേ, ഭക്ഷണം മാത്രമല്ല, ഭക്ഷണം മാത്രമല്ല, പഴം മാത്രമല്ല, പാല് മാത്രമല്ല, എനിക്ക് പഴവും പാലും തേനും ഊട്ടിത്തന്ന അല്ലാഹ്. എന്റെ ഉമ്മയെക്കാളേറെ, എന്റെ ഉമ്മാനെക്കാളേറെ പാലും പഴവും തേനും കൊടുത്തിട്ടാണ് ഉമ്മ മക്കളെ വളർത്തിയത്. ചോദിക്കാറ് എനിക്ക് പാലും പഴവും തേനും തന്ന അല്ലാഹ്. മരക്കൊമ്പുകളുടെ മുകളിൽ തേനീച്ചകൾ കൊണ്ട് എനിക്ക് കുടിക്കാൻ തേൻ തന്ന റബ്ബേ, തേനീച്ച തേനുണ്ടാക്കിയത് അതിന് കുടിക്കാനല്ല, അല്ലാഹുവിന്റെ അടിമകൾക്ക് മനുഷ്യമായി കൊടുക്കാനാണ്. എനിക്ക് തേൻ വന്ന് തന്ന അല്ലാഹ്, പാലും പഴവും തേനും ഊട്ടി തന്ന റബ്ബേ, ഈ പാലും പഴവും തേനും വെച്ച് കുടിച്ച് തിന്ന് നടക്കാൻ മാത്രമല്ല, അതൊക്കെ കഴിഞ്ഞ് ക്ഷീണം വരുമ്പോ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ എനിക്കൊരു വീട് തന്ന അല്ലാഹ്. എനിക്ക് വീട് തന്നത് പഞ്ചായത്തല്ല, ഞാൻ വീടുണ്ടാക്കിയത് ഗൾഫിൽ പോയിട്ടല്ല, എന്റെ റബ്ബ് തന്നതാണ്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. അല്ലാഹുവാണ് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ നിങ്ങൾക്കൊരു വീടിനെ തന്നത്. എനിക്കൊരു വീട് തന്ന അല്ലാഹ്. ആ വീടിന്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് താമസിക്കുമ്പോ എന്റെ ജീവിതത്തിൽ കൂട്ടായി, എന്റെ സങ്കടങ്ങളിൽ എന്റെ കൂട്ടാളിയായി, കണ്ണ് നിറയുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കാനായി, എന്റെ കിടപ്പറ പങ്കിടാനായി എനിക്കൊരു ഭാര്യയെ തന്ന അല്ലാഹ്. വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. സമാധാനത്തിന് നിങ്ങൾക്കൊരു ഭാര്യയെ തന്ന അല്ലാഹ്. പാതിരാത്രി എണ്ണി എണ്ണി പറയും സഹോദരങ്ങളെ, ഭാര്യ മാത്രമല്ല, സമാധാനത്തോടെ എന്റെ വീട്ടിലെ കിടപ്പറയിൽ എന്റെ ഭാര്യയുടെ കൂടെ കിടന്നപ്പോ ഒരു വർഷം കഴിഞ്ഞപ്പോ ഉപ്പാന്ന് വിളിക്കാൻ, ഉമ്മാക്ക് കൊഞ്ചല് കേൾക്കാൻ, താരോല പാടാൻ എനിക്കും മക്കളെ തന്ന അവനാണ് നിങ്ങൾ കാൺമക്കളെ തന്നത്, അവനാണ് നിങ്ങൾക്ക് പെൺമക്കളെ തന്നത്. ഞാൻ ചോദിക്കാറ് എനിക്കെല്ലാം വാരിക്കോരി തന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ സ്പന്ദിപ്പിച്ച റബ്ബേ, ഒരു മിനിറ്റിൽ 70 പ്രാവശ്യം എന്ന തോതിൽ ഒരു ദിവസം 1,00,000 പ്രാവശ്യം എന്റെ ഹൃദയത്തെ സ്പന്ദനത്തെ വേരിയേഷനില്ലാതെ കാത്തു തന്ന റബ്ബേ. ഡോക്ടർമാരടക്കം ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ടല്ലോ, ഒരു മിനിറ്റിൽ 70 പ്രാവശ്യം വെച്ച് ഒരു ദിവസം 1,00,000 പ്രാവശ്യമാണ് ഹൃദയം ഇങ്ങനെ മന്ത്രിക്കുന്നത്. ആരാണ് 600 കോടിയോളം വരുന്ന ജനങ്ങളെ താളാത്മകമായി ജാമതീയ കണക്കുകളെ തോപ്പിക്കുന്ന രീതിയിൽ ഈ ഹൃദയത്തിന്റെ സ്പന്ദനത്തെ നിയന്ത്രിച്ച അല്ലാഹ്. എന്റെ ഹൃദയത്തിന്റെ സ്പന്ദനവും ഡോക്ടർ ഷറഫുദ്ദീൻ സാഹിബിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനവും അനസ് ഹുദവിയുടെ ഹൃദയത്തിന്റെ സ്പന്ദനവും മുസ്തഫ സാഹിബിന്റെ ഹൃദയവും നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയം ഇപ്പൊ ഇങ്ങനെ മിടിക്കുകയാണ്. എന്റെ വായന ശരിയാണെങ്കിൽ 0.34 സെക്കൻഡാണ് ഇടയിൽ വേരിയേഷൻ ഉള്ളത്, 2 മിടിപ്പിന്റെ ഇടയിലുള്ള വിശ്രമമുള്ളത്. ഡോക്ടർമാരിരിക്കുന്നുണ്ടവർക്ക് അതിനേക്കാൾ കൂടുതൽ അറിയാം. ഇത്ര സുന്ദരമായിട്ട് എന്റെ ഹൃദയത്തെ സ്പന്ദിപ്പിച്ച അല്ലാഹ്, 60 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയം ഇങ്ങനെ സ്പന്ദിക്കുമ്പോ ആ ഹൃദയത്തിന്റെ അനക്കം കൊണ്ട് ശരീരത്തിലേക്ക് മുഴുവൻ എന്റെ പമ്പ് ചെയ്യുകയാ. 60 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ശരീരത്തിന്റെ ഉള്ളിൽ 10,000 എണ്ണ ടാങ്കറിന്റെ ഉള്ളിൽ എത്രത്തോളം എണ്ണ കൊള്ളുമോ അത്രത്തോളം രക്തം അവന്റെ ഹൃദയത്തിലൂടെ സഞ്ചരിച്ചു നടക്കുന്നുണ്ട്. ഞാൻ പറയാറ്, ഞാൻ ചോദിക്കാറ്, എന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിലെ 4ാമത്തെ മാസം ഞാൻ തുടങ്ങിയതാണ് എന്റെ ഹൃദയം സ്പന്ദിക്കാൻ. ഈ 40 വർഷമായിട്ടും യാതൊരു വ്യത്യാസമില്ലാതെ ഒരു പെരുമ്പറക്കാരന്റെ താളാത്മകമായ വിരലുകളെ ക്രമാനുഗതമായി ചലിക്കുന്നത് പോലെ എന്റെ ഹൃദയത്തിന്റെ സ്പന്ദനത്തെ നിയന്ത്രിച്ച അല്ലാഹുവേ, അല്ലാഹുവേ, ഞാൻ വിവരിക്കുന്നില്ല കൂടുതൽ. പടച്ചറപ്പിന്റെ അനുഗ്രഹത്തെ എണ്ണിയാല് തീരുകയില്ല. ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടല്ല, ഇതൊന്നും ഞാൻ
നിസ്കരിച്ചതിന്റെ പ്രതിഫലമല്ല, ഇതൊന്നും ഞാൻ സദക്ക ചെയ്തതിന്റെ പ്രതിഫലമല്ല, ഇതൊക്കെ ഞാൻ ചോദിക്കാറ് എനിക്ക് വാരിക്കോരി തന്ന അല്ലാഹ്. പടച്ചവനെ ആരും അറിയുന്നില്ല എന്റെ കണ്ണുനീര്, എന്റെ ഹൃദയത്തിന്റെ വേദന അറിയുന്നത് നീയാണ് റബ്ബേ, എന്റെ പ്രയാസങ്ങൾ അറിയുന്നത് നീയാണ് റബ്ബേ. എന്നെ ഡോക്ടറെ കാണാൻ പോയി, ഡോക്ടർ എന്നോട് പറഞ്ഞത് ഡോക്ടർക്കൊന്നും ചെയ്യാനില്ലെന്നാണ്. ഡോക്ടർമാരുടെ ഡോക്ടറായ റബ്ബേ, അയ്യൂബ് നബിയുടെ മാരക രോഗത്തിന് പകരം പച്ചവെള്ളത്തിന് ശിഫ കൊടുത്ത റബ്ബേ, ഇങ്ങനെ എനിക്ക് പ്രതീക്ഷയുണ്ടല്ലോ. ക്യാൻസർ വന്ന ഡോക്ടറെ തള്ളിയതാണോ, കിഡ്നി ഫെയിലറായിട്ട് ഡോക്ടർ ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു വിട്ടതാണോ? പക്ഷേ എത്ര ചോദിച്ചാലും ആശയറ്റ് പോകാത്ത, ആര് തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത, ആര് കൈവിട്ടാലും ഞാൻ കൈവിടില്ലെന്ന് പറഞ്ഞ എന്റെ റബ്ബുണ്ടല്ലോ. ഈ പാലും പഴവും തേനും ഒക്കെ എനിക്ക് ചോദിക്കാതെ തന്നിട്ട് എന്റെ റബ്ബെന്നോട് പറഞ്ഞത്, ഞാൻ നിന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. ചിന്തിക്ക് സഹോദരങ്ങളെ, അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്ക്, നമ്മുടെ റബ്ബിനെ കുറിച്ച്. ഇതെല്ലാം തന്നിട്ട് റബ്ബ് ആകാശത്തേക്ക് കയറിപ്പോയിട്ടില്ല. അല്ലാഹു പറഞ്ഞു, ഇതെല്ലാം തന്നിട്ട് നിന്റെ തൊട്ടടുത്ത് ഞാൻ ഇരിക്കുന്നുണ്ട്. യുക്തിവാദികൾ കളിയാക്കുന്നത് പോലെ നിങ്ങളുടെ റബ്ബ് ആകാശത്തിലേക്ക് കയറിപ്പോയോ? ഇല്ല, അവന് സ്ഥലകാലമില്ലാത്തവനാണ്, അവനാദിയാണ്, അവൻ അനാദിയാണ്. അവന് കണ്ണില്ല, മൂക്കില്ല, കയ്യില്ല, ഭാഷയില്ല, സംസാരമില്ല. അല്ലാഹു പറഞ്ഞു, ഞാൻ നിന്റെ തൊട്ടടുത്തുണ്ട്, ഇതെല്ലാം ഫിറ്റ് ചെയ്തത് ഞാനാണ്. ഏതെങ്കിലും ഒന്നിന് കുറവ് വന്നാൽ, ഏതെങ്കിലും ഒന്നിന് കുറവ് വന്നാൽ, നിന്റെ ഭക്ഷണത്തിന്, നിനക്ക് കിട്ടുന്ന പാലിന്, നിനക്ക് കിട്ടുന്ന പഴത്തിന്, നിന്റെ ആരോഗ്യത്തിന്, നിന്റെ പ്രയാസത്തിന് എന്തിനെങ്കിലും ഒരു കുറവ് വന്നാൽ, കണ്ണനമ്പിനേക്കാൾ അടുത്ത് ഞാനിരിക്കുന്നുണ്ട്. എപ്പോ ചോദിച്ചാലും നിനക്ക് ഞാൻ മറുപടി തരാം. നമ്മുടെ വീട്ടിലെങ്ങാനും ഒരു യന്ത്രം വെച്ചാൽ അതിനെന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആ വെച്ച ആൾ അവിടെ തന്നെ ഒരു ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടുണ്ടാകും, ഫോർ മോർ കോണ്ടാക്ട്. എന്തെങ്കിലും ഇതിന് പ്രശ്നം വന്നാൽ നിങ്ങൾ ഞങ്ങളെ ബന്ധപ്പെട്ടാൽ മതി, വിളിച്ച ഉടനെ ഞങ്ങൾ സ്ഥലത്ത് തന്നെ വന്ന് സർവീസ് ചെയ്ത് തരുന്നതാണ്. ഇങ്ങനെയാണ് എല്ലാം നിനക്ക് വെച്ച് തന്നിട്ടുണ്ട്. എന്റെ ഹൃദയവും നിന്റെ കണ്ണും നിന്റെ കാതും എന്റേതാണ്. എന്തെങ്കിലും ദുഃഖം വന്നാൽ എന്നോട് നീ കരഞ്ഞു വിളിച്ചങ്ങട് പറയണേ, എന്നാൽ നിനക്ക് ഞാനത് മാറ്റിത്തരാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആദ്യം ചെയ്യേണ്ടത് പ്രയാസമാണ് മാറണോട്ടങ്ങള്. രാത്രി എഴുന്നേറ്റിട്ട് പടച്ച റബ്ബിനോട് തഹജ്ജുദ് നിസ്കരിക്ക്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.